തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോട്ടയം കുറിച്ചിയിൽ CPM BJP സംഘർഷം. തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ തർക്കത്തിനൊടുവിൽ ഇന്നലെ രാത്രിയാണ് സംഘർഷമുണ്ടായത്. BJPയുടെ സ്ഥാനാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് അംഗവുമായ മഞ്ജീഷിന്റെ വീട്ടിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ സ്ഥാനാർത്ഥിയായ മഞ്ജീഷ് അടക്കം 3 പേർക്ക് പരിക്കേറ്റു. RSS പ്രവർത്തകൻ ശ്രീകുമാർ, മനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ കൺവീനറാണ്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ഈ അറ്റംപ്റ്റിൽ ഞങ്ങൾ ബാക്കിയുള്ള എന്നെ അടിച്ചു. ഞാൻ താഴെ പോയി അവരുടെ പുറത്ത്, പിന്നെ എല്ലാവരുടെ പിടിച്ച് അവനെ മാറ്റി ആ പക്ഷേ ഒഴിവാക്കി അവിടെ നിന്ന് വിട്ടു. പക്ഷേ അങ്ങനെ ഒഴിവാക്കി വിട്ടെങ്കിലും അവൻ പിന്നീട് നേരെ പോയത് എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ കുടുംബത്തോട്ട് ചെന്നു. വീടിൻ്റെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ച് അപ്പോൾ അനിയനുണ്ടായിരുന്നു. അനിയനോട് ഇടപെട്ടപ്പെടുന്നതിന് അനിയനുമായിട്ടുള്ള കാരണം പിടിച്ച് വരയ്ക്കകത്ത് കയറി അമ്മ പിടിച്ച് തള്ളിയിട്ട് അങ്ങനെ വീട്ടിൽ പ്രശ്നമായി. സംഘർഷത്തിൽ 2 പേരെ ചിങ്ങമനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ DYFI പ്രവർത്തകരാണ്. എന്നാൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്നാണ് BJPയുടെ ആരോപണം. വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞു. പോലീസ് വരാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 12 മണി ആയപ്പോഴത്തേന് മന്ത്രിയുടെ വാസവൻ്റെ PA ഉണ്ട്, പത്മകുമാർ എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ അനിൽകുമാർ, ഇവരൊക്കെ സന്ധിസംഭാഷണത്തിന് പറഞ്ഞ് വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരൊരു 10-50-60 പേരായി. അങ്ങനെ 60 പേരായി അവർ ഞങ്ങളുടെ അന്നേരം ഈ വിവരം അന്വേഷിക്കാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1-2 പേരും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഈ ആളുകളോട് ഞങ്ങൾ ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേനും ഇവരെല്ലാം കൂടെ വന്നാൽ വേളം വെച്ച്. എന്നാൽ വീടുകയറി മർദ്ദിച്ചെന്നടക്കമുള്ള ആരോപണങ്ങൾ CPIM നേതൃത്വം നിഷേധിച്ചു. ന്യൂസ് മലയാളം, കോട്ടയം.